UAE ഉൾപ്പെടെ ഗൾഫ് മേഖലയിൽ പലയിടത്തും പരക്കെ മഴ. പൊതുവെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഗൾഫ് മേഖലയിൽ. ശക്തമായ കാറ്റുമുണ്ട്. താപനില താഴ്ന്നിരിക്കുകയാണ്. ബഹ്റിൻ, ദോഹ എന്നിവിടങ്ങളിൽ മഴ പെയ്തു. സൗദിയിലെ റിയാദ്, ദമാം എന്നിവിടങ്ങളിലും ഒമാനിലെ സോഹാർ, മസ്കറ്റ്, മുസണ്ടം, ബദീന, ദോഫാർ, ദാഖിറ, ഉസ്ത മേഖലകളിലും മഴ ശക്തമായിരുന്നു. ഒമാന്റെ പല ഭാഗങ്ങളിലും മഴ പെയ്തു. കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് കാലാവസ്ഥാ മാറ്റത്തിന് കാരണം. UAEയുടെ തീരപ്രദേശങ്ങളിലും പർവ്വത മേഖലകളിലും തണുത്ത കാറ്റാണ് വീശുന്നത്. ശനിയാഴ്ച വരെ ഇടത്തരമോ ശക്തമോ ആയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ദുബായ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഡിസംബർ 9 മുതൽ 16 വരെ നടക്കുമെന്ന് അധികൃതർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 60 രാജ്യങ്ങളിൽ നിന്നായി 134 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. ദുബായ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 12ാമത് എഡിഷനാണ് ഡിസംബർ 9 ആരംഭിക്കുക. റൂം എന്ന ചിത്രത്തോടെയാണ് മേളയ്ക്ക് തുടക്കമാകുന്നത്. എമ്മ ടെനയുടെ പ്രസിദ്ധമായ നോവലിനെ ആധാരമാക്കിയുള്ള ചിത്രമാണിത്. 60 രാജ്യങ്ങളിൽ നിന്ന് 40 ഭാഷകളിലായി 134 ചിത്രങ്ങളാണ് ഇത്തവണ മേളയിൽ പ്രദർശിപ്പിക്കുകയെന്ന് സംഘാടകർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹോളിവുഡ് താരങ്ങളായ ബ്രാഡ് പിറ്റ്, ക്രിസ്റ്റ്യൻ ബെയ്ൽ, റയാൻ ഗോസ്ലിംഗ്, സ്റ്റീവ് കാരൽ എന്നിവരുടേതടക്കം മത്സര വിഭാഗത്തിൽ നിരവധി ചിത്രങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ദീപാ മേത്ത അടക്കമുള്ള ജൂറിയാണ് വിധി നിർണ്ണയം നടത്തുക. ഇന്ത്യൻ നടൻ നസറുദ്ദീൻ ഷാക്ക് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകും. ബോളിവുഡ് താരങ്ങളായ ഷാറൂഖ് ഖാൻ, കാജോൾ, ഹിന്ദി സിനിമാ സംവിധായകൻ ബാപ്പി ലഹരി എന്നിവരോടൊപ്പം മലയാള യുവതാരം നിവിൻ പോളിയെയും ചലച്ചിത്രമേളയിൽ ആദരിക്കും. ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡിഫ് ചെയർമാൻ അബ്ദുള്ള ഹമീദ് ജുമ, ആർട്ടിസ്റ്റിക് ഡയറക്ടർ മസൂദ് അമ്രള്ള, MD ശിവാനി പാണ്ഡ്യ തുടങ്ങിയവർ പങ്കെടുത്തു. മദീനത്ത് ജുമേറ, മാൾ ഓഫ് ദ എമിറേറ്റ്സ്, ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ചിത്രങ്ങളുടെ പ്രദർശനം നടക്കുക. ജമാലുദ്ദീൻ, ദുബായ്. കുവൈറ്റിൽ എക്സിറ്റ് പെർമിറ്റ് സംവിധാനം കൊണ്ടുവരാൻ ആലോചന. അവധിക്ക് നാട്ടിൽ പോകുന്നവരോ അല്ലെങ്കിൽ രാജ്യം വിട്ട് പുറത്തു പോകുന്നവരോ ആയ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്കായി ഒരു എക്സിറ്റ് ഡോക്യുമെന്റേഷൻ സംവിധാനം ഏർപ്പെടുത്താൻ മാനവ വിഭവശേഷി മന്ത്രാലയം പദ്ധതിയിടുന്നു. ഇതുപ്രകാരം ഏതെങ്കിലും സാഹചര്യത്തിൽ രാജ്യത്തിന് പുറത്തേക്ക് സഞ്ചരിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെയോ മാനവ വിഭവശേഷി വകുപ്പിന്റെയോ രേഖാമൂലമുള്ള അനുവാദം നേടിയിരിക്കണം. നിലവിൽ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് മാത്രമാണ് ഈ നിയമം നടപ്പാക്കി വരുന്നത്. കുവൈറ്റിൽ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നു. കഴിഞ്ഞ 11 മാസ കാലയളവിനുള്ളിൽ 62 വിദേശികളും 3 സ്വദേശികളും ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ ഗാർഹിക തൊഴിലാളികളായ 13 സ്ത്രീകൾ ഉൾപ്പെടുന്നതായി പ്രാദേശിക പത്രം അൽ ഖാബാസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ 12,10,000 സ്ഥാപനങ്ങൾ നിതാഖാത്ത് പ്രകാരം പച്ച വിഭാഗത്തിലെന്ന് റിപ്പോർട്ട്. 2014 കണക്ക് പ്രകാരം സൗദിയിലെ 18 ലക്ഷം സ്ഥാപനങ്ങളാണ് ഉള്ളത്. 5,93,780 സ്ഥാപനങ്ങൾ നിതാഖാത്ത് പ്രകാരം ചുവന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുക. 5,93,780 സ്ഥാപനങ്ങളാണ് നിതാഖത്ത് പ്രകാരം ചുവപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുക. ഇവ ഏകദേശം 32.1% വരും. 18,620 സ്ഥാപനങ്ങൾ മഞ്ഞയിലും 17,400 സ്ഥാപനങ്ങൾ എക്സലന്റ് വിഭാഗത്തിലുമാണുള്ളത്. നിതാഖത്ത് പ്രകാരം പച്ച വിഭാഗത്തെ 4 ആയി തരംതിരിച്ചിട്ടുണ്ട്. ഉയർന്ന പച്ചയിൽ 24,875 സ്ഥാപനങ്ങളും ഇടത്തരം പച്ചയിൽ 65,086 സ്ഥാപനങ്ങളും കുറഞ്ഞ പച്ചയിൽ 1,16,034 സ്ഥാപനങ്ങളും നന്നേ കുറഞ്ഞ പച്ചയിൽ 10,12,986 സ്ഥാപനങ്ങളുമാണുള്ളത്. ചുവപ്പ് വിഭാഗത്തെ 2 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. 15,918 സ്ഥാപനങ്ങൾ ചുവപ്പിലും 5,77,868 സ്ഥാപനങ്ങൾ വളരെ കുറഞ്ഞ ചുവപ്പിലുമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, ദമാം. ബഹ്റിൻ ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഡിസംബർ 18 ഈസ ടൗൺ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. VS അച്യുതാനന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ബിനോയ് വിശ്വം, ശാന്തിഗിരി മഠം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, ശിവഗിരി മഠം സ്വാമി ശുഭകാനന്ദ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നൂതനാശയ വാരാചരണത്തിന് ശക്തി പകരാൻ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 200 കോടി ദിർഹം അനുവദിച്ചു. നൂതന ആശയങ്ങളുടെ വികസനത്തിനും രൂപകൽപ്പനയ്ക്കുമാണ് തുക വിനിയോഗിക്കുക. UAE വിഷൻ 2021 ഭാഗമായാണ് നൂതനാശയ വാരാചരണം നടത്തുന്നത്. ഈ മാസം 28 വരെ നീണ്ടുനിൽക്കുന്ന UAE ഇന്നൊവേഷൻ വീക്കിൽ 800 കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഹ്റിനിലെ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ KT റബിയുള്ളയ്ക്ക് ബഹ്റിൻ ഗവൺമെന്റിന്റെ ആദരം. ബഹ്റിൻ പാർലമെന്റ് സ്പീക്കർ അഹമ്മദ് ബിൻ ഇബ്രാഹിം റാഷിദ്
അൽമുല്ല മെമന്റോ നൽകിക്കൊണ്ടാണ് റബിയുള്ളയെ ആദരിച്ചത്. 32 വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിൽ ആരംഭിച്ച ആതുര സേവന ശൃംഖല ഇന്ന് ഗൾഫിലുടനീളം വ്യാപിച്ചു കിടക്കുന്നു. ബഹ്റൈനിലെ ആതുര സേവന രംഗത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ബഹ്റൈൻ ഗവൺമെന്റിന്റെ ആദരവ് റബിയുള്ള ഏറ്റുവാങ്ങിയത്. ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ, ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ മുബാറക് അൽ ഖലീഫ എന്നിവരുമായും മുതിർന്ന പാർലമെന്റ് അംഗങ്ങളുമായും റബിയുള്ള കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ മേഖലയിൽ ഇവിടെ ബഹ്റൈനിൽ ഇവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് വളരെയധികം സഹായ സഹകരണങ്ങൾ, പിന്തുണ, എല്ലാവിധ സഹായങ്ങളും ഇവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതേപോലെ ഇവിടുത്തെ ഭരണാധികാരിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഉപജീവന മാർഗം തേടി ആദ്യമായി ഗൾഫിലെത്തിയപ്പോഴുണ്ടായ അനുഭവങ്ങളും അദ്ദേഹം ഞങ്ങളോട് പങ്കുവച്ചു. ഞാനൊരു മലയാളിയാണ്. ഞാൻ 60 BD ശമ്പളത്തിന് 38 വർഷം മുമ്പ് വന്ന ഒരു സാധാരണക്കാരനാണ്. ഇന്നും 60 BD ശമ്പളക്കാരനായി ഞാൻ ജീവിക്കുന്നു. ആ മനസ്സുമായി ജീവിക്കുന്നു. അതുകൊണ്ട് മലയാളികൾക്കാണ് ഞാൻ സേവനം നൽകാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയായ റബിയുള്ള നാട്ടിലും നിരവധി സേവന പ്രവർത്തനങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി വരുന്നുണ്ട്. ചാരിറ്റി പ്രവർത്തനം ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ധാരാളം പെൻഷൻ നൽകുന്നുണ്ട്. ഗവൺമെൻറ് സ്കൂൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓട്ടോറിക്ഷകൾ നൽകിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ നാട്ടിലെ കംപ്ലീറ്റ് വീടുകളുടെ മുമ്പിൽ ഞാൻ വെള്ളം, അതായത് കംപ്ലീറ്റ് എൻ്റെ നാട്ടിലുള്ള എല്ലാ വീടുകളിലും വെള്ളം എത്തിച്ചിട്ടുണ്ട്. ബഹ്റൈൻ ഭരണാധികാരികൾ തനിക്ക് നൽകിയ ആദരവിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം വാക്കുകൾ അവസാനിപ്പിച്ചത്. പുതിയ എൻ്റെ സംരംഭകർക്ക് എല്ലാം ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ, ഇവിടുത്തെ ഉപപ്രധാനമന്ത്രി, ഇവിടുത്തെ സ്പീക്കർ എനിക്ക് ഇന്നലെ ഒരു അവാർഡ് നൽകി. അതിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സ്പീക്കറോട് അറിയിക്കുകയാണ്. അതേപോലെ എനിക്ക് പൂർണ്ണ പിന്തുണ പ്രൈം മിനിസ്റ്ററും ഉപപ്രധാനമന്ത്രിയും സ്പീക്കറും മറ്റുള്ള എല്ലാവരും തന്നിരിക്കുകയാണ്. അതിന് ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. നവോദയ സാംസ്കാരിക വേദിയുടെ 14ാം വാർഷികത്തോടനുബന്ധിച്ച് റാക്കയിൽ നടന്ന നവോദയ ക്രിക്കറ്റ് ടൂർണമെന്റ് വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. ജേതാക്കളായ പോർട്ട് വാരിയേഴ്സിനുള്ള ട്രോഫി കേന്ദ്ര ട്രഷറർ സുധീഷ് തൃപ്രയാറും റണ്ണേഴ്സപ്പിനുള്ള ട്രോഫി ഏരിയ സെക്രട്ടറി സുരേഷ് അലനല്ലൂരും വിതരണം ചെയ്തു. മാൻ ഓഫ് ദി മാച്ച്, മാൻ ഓഫ് ദി സീരീസ് ട്രോഫികളും മെഡലുകളും നവോദയ നേതാക്കളായ വിജയൻ ചെറായി, ശ്രീകുമാർ വള്ളിക്കുന്നം, NR രാജീവ്, വിപിൻ K വിമൽ, രതീഷ് പിള്ള തുടങ്ങിയവർ വിതരണം ചെയ്തു. ഖാലിദിയ സ്പോർട്സ് ക്ലബിന്റെ 16ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരുന്ന സാൻഫോർഡ് ഖാലിദിയ ഫുട്ബോൾ ടൂർണമെന്റ് പ്രീ ക്വാർട്ടർ മത്സരത്തിൽ BPL കോർഗോ കോർണിഷ് സോക്കർ ടൈ ബ്രേക്കറിൽ 4-1 ജുബൈൽ FCയെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. രണ്ടാം മത്സരത്തിലും നിശ്ചിത സമയത്ത് 2-2 സമനിലയായതിനാൽ ടൈ ബ്രേക്കറിൽ സമായിൽ കപ്പയെ 4-3 പരാജയപ്പെടുത്തി ഇഗാലൈറ്റ് ജുബൈൽ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. നവോദയ സാംസ്കാരിക വേദിയുടെ 14ാം വാർഷികത്തോടനുബന്ധിച്ച് റാക്ക അൽ സാമിൽ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പോർട്ട് മേഖലാ പ്രസിഡന്റ് ശ്രീകുമാർ വള്ളിക്കുന്നം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ക്രിക്കറ്റ് മത്സരം നവോദയ കേന്ദ്ര ട്രഷറർ സുധീഷ് തൃപ്രയാർ ഉദ്ഘാടനം നിർവഹിച്ചു. നവോദയ ടൗൺ ഏരിയ സ്പോർട്സ് കൺവീനർ സുലൈമാൻ തിരൂരിന്റെ നേതൃത്വത്തിൽ ഏരിയ സ്പോർട്സ് കമ്മിറ്റിയും മേഖലാ സ്പോർട്സ് കമ്മിറ്റിയും മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. സ്വാമി ശാശ്വതികാനന്ദയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ഹൈക്കോടതി. നിയമപരമായ അന്വേഷണമാണ് വേണ്ടതെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു. നീന്തൽ അറിയാവുന്ന സ്വാമി മുങ്ങി മരിച്ചുവെന്ന വാദം സംശയകരമെന്ന് കോടതി നിരീക്ഷിച്ചു. സ്വാമിയുടെ ദുരൂഹമരണം സംബന്ധിച്ച് നിയമപരമായ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ലെന്ന് കോടതി പറഞ്ഞു. പ്രഥമ വിവര റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കാതെ നടത്തുന്ന അന്വേഷണത്തിന് നിയമപരമായി എന്ത് പിൻബലമാണുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു. കുറ്റകൃത്യം വെളിപ്പെട്ടാൽ മാത്രമേ മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിച്ച് അന്വേഷണം നടത്തൂവെന്ന സർക്കാർ നിലപാടിനെ കോടതി വിമർശിച്ചു. സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. നീന്തലറിയാവുന്ന സ്വാമി മുങ്ങി മരിച്ചു എന്ന വാദം സംശയകരമെന്ന് കോടതി ആവർത്തിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിക്കാതെ എന്ത് അന്വേഷണമാണ് നടക്കുന്നതെന്ന് കോടതി ആരാഞ്ഞു. സാക്ഷിമൊഴികൾ മജിസ്ട്രേറ്റിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ലെന്ന് ഹർജിക്കാർ ആരോപിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും വാദം കേൾക്കുന്നതിനുമായി കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനവുമായി ഘടകകക്ഷികൾ. കോൺഗ്രസിലെ ഗ്രൂപ്പിസമാണ് വലിയ പരാജയത്തിനിടയാക്കിയതെന്ന് വിമർശനം. പാളിച്ചകൾ സംഭവിച്ചുവെന്നും പരിഹരിക്കാമെന്നും KPCC അധ്യക്ഷൻ VM സുധീരൻ. KM മാണിക്ക് കോൺഗ്രസിൽ നിന്ന് നേരിടേണ്ടി വന്നത് ആഴത്തിലുള്ള മുറിവെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കീഴ്ഘടകങ്ങൾ മുഖവിലക്കെടുക്കാത്തത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയതായി യോഗത്തിൽ അഭിപ്രായമുയർന്നു. നിലവിലെ പ്രശ്നങ്ങൾ വളരെ വേഗം പരിഹരിക്കാൻ കഴിയുന്നവയല്ലെന്നും ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടി. KM മാണിയുടെ രാജിയുമായി ബന്ധപ്പെട്ടുണ്ടായ മുറിവ് ആഴത്തിലുള്ളതാണെന്ന് കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. കോടതി വിധി വന്ന് 10 മിനിറ്റിനകം കോൺഗ്രസ് നേതാക്കൾ മാണിയുടെ രാജി ആവശ്യപ്പെട്ടുവെന്നും ജോയ് എബ്രഹാം ചൂണ്ടിക്കാട്ടി. ജനതാദൾ യുവിന്റെ സ്ഥാനാർത്ഥികളെ ബോധപൂർവം തോൽപ്പിച്ചുവെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇത് പാർട്ടിക്ക് പോറലേൽപ്പിച്ചു. RSPയും ഇതേ നിലപാടാണ് യോഗത്തിൽ സ്വീകരിച്ചത്. ഘടകകക്ഷികളുമായുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഡിസംബർ 7-8 തീയതികളിൽ ഉഭയകക്ഷി ചർച്ച നടത്തുമെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര നീതി കിട്ടിയില്ല, പ്രാദേശികമായിട്ട്. അതാണ് എൻ്റെ പ്രധാന കാര്യം. ഇവിടെ നിന്നൊക്കെ തീരുമാനങ്ങൾ പറഞ്ഞെങ്കിലും പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരെ വേണ്ടത്ര രീതിയിൽ കൈക്കൊണ്ടില്ലെന്നാണ് എല്ലാവരും. വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന യാത്ര സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരുണ്ടാക്കുന്നതാണെന്നും യോഗം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മതന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലായ്മ ചെയ്യാൻ RSSന്റെ ആസൂത്രിത നീക്കമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ISനും RSSനും ഒരേ ശൈലിയാണെന്നും കോടിയേരി പറഞ്ഞു. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ നടത്തിയ ഐതിഹാസിക സമരത്തിൽ രക്തസാക്ഷികളായവരുടെ സ്മരണ പുതുക്കി കൂത്തുപറമ്പിൽ ആയിരക്കണക്കിന് യുവജനങ്ങൾ അണിനിരന്ന റാലിയാണ് DYFI നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. രക്തസാക്ഷികൾ KK രാജീവൻ, മധു, റോഷൻ, ബാബു, ഷിബുലാൽ എന്നിവർ വെടിയേറ്റ് വീണ നഗരവീതിയിൽ നിന്നും ആരംഭിച്ച ദീപശിഖ റാലിക്കൊപ്പം തൊക്കിലങ്ങാടിയിൽ നിന്നും പുറക്കളത്തു നിന്നും എത്തിയ യുവജന റാലി അണിനിരന്നതോടെ കൂത്തുപറമ്പ് ജനസാഗരമായി. തുടർന്ന് നടന്ന അനുസ്മരണ പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമത്വ മുന്നേറ്റ യാത്ര സംഘപരിവാർ മുന്നേറ്റ യാത്രയാക്കി വെള്ളാപ്പള്ളി മാറ്റിയെന്നും 2 തരം പന്തിഭോജനം നൽകുന്ന മഠാധിപതിയെ മുഖ്യാതിഥിയാക്കി മാറ്റിയത് RSS ആണെന്നും കോടിയേരി പറഞ്ഞു. ഈ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് SNDPയുടെ നേതൃത്വം കൈക്കലാക്കിയ വെള്ളാപ്പള്ളി നടേശൻ കമ്പനി ഇന്ന് SNDP യോഗത്തെ RSSന്റെ ഒരു പോഷക സംഘടനയാക്കി സംഘപരിവാറിന്റെ ഭാഗമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഇപ്പോഴത്തെ സമത്വ മുന്നേറ്റ യാത്ര. ഈ സമത്വ മുന്നേറ്റ യാത്ര ഒരു സംഘപരിവാർ മുന്നേറ്റ യാത്രയായി മാറിയിരിക്കുകയാണ്. ജാഥ ശ്രദ്ധിക്കപ്പെടാത്തപ്പോൾ DYFI നേതാവ് സ്വരാജിനെ കുറിച്ച് കല്ലുവെച്ച നുണ പ്രചരിപ്പിക്കാനാണ് വെള്ളാപ്പള്ളി ശ്രമിച്ചതെന്നും കോടിയേരി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ണൂരിലടക്കം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയാണ് കോൺഗ്രസിനെന്നും അദ്ദേഹം പറഞ്ഞു. JDU കിട്ടേണ്ടതെല്ലാം വാങ്ങി അവസാന ഇറുക്കിലും വലിച്ച് വരാനാണ് ഭാവമെങ്കിൽ ഇവിടെ ആരും കാത്തിരിക്കില്ലെന്നും കോടിയേരി സൂചിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ, DYFI ജില്ലാ സെക്രട്ടറി ബിനോയ് കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ജീവിതഗന്ധിയായ കഥകൾ വായനാ ലോകത്തിന് സമ്മാനിച്ച എഴുത്തുകാരൻ അഷ്റഫ് അടൂരിനായി സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ കഥവീട് പൂർണ്ണതയിലേക്ക് എത്തുന്നു. കൂട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് കഥവീടിന്റെ ചുവരുകൾ നിറമണിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ വായനാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അഷ്റഫ് ശയ്യാവലംബയിൽ കഴിയുകയാണ്. അതിജീവനത്തിന്റെ കരുത്താണ് എനിക്ക് എഴുത്ത്. അക്ഷരങ്ങൾ കൂട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. അത്രയേറെ ഭാരം ഞാൻ എഴുത്തിലൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ആരോരുമില്ലാത്തവർക്ക് അള്ളാഹു മാത്രമല്ല അക്ഷരങ്ങളും തുണയാണെന്ന് തിരിച്ചറിഞ്ഞ ഈ കഥാകാരൻ അഷ്റഫ് അടൂർ ഇന്ന് അക്ഷരങ്ങളുടെ ലോകത്തല്ല. കഴിഞ്ഞ ഫെബ്രുവരി 13-നാണ് സാഹിത്യപ്രേമികളെയും അക്ഷരസ്നേഹികളെയും ഞെട്ടിച്ചുകൊണ്ട് മസ്തിഷ്ക സംബന്ധമായ രോഗം വന്ന് അഷ്റഫ് ശയ്യാവലംബിയായത്. ജീവിതഗന്ധിയായ കഥകളല്ലാതെ ജീവിത സാഹചര്യങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല ഈ കഥാകാരന്. സുഹൃത്സംഘം മുന്നോട്ട് വന്ന് അഷ്റഫിനൊരു കഥവീടൊരുക്കുകയാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോൾ 4 മാസം കഴിഞ്ഞ് വീട്ടിൽ കിടത്തി ചികിത്സിക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ആ കഥാകാരന് ഒരു വീടുണ്ടായിരുന്നില്ല. വീടില്ലാത്ത സ്നേഹിതന് വീടൊരുക്കുകയാണിപ്പോൾ സൗഹൃദ കൂട്ടായ്മ. ബാലപാഠം എഴുതി തുടങ്ങിയത് ഈ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ ഇവിടെ തന്നെ അവന് ഒരു വീട്, കഥ വീട് ഒരുക്കുന്നതിൽ ഈ സൗഹൃദ കൂട്ടായ്മയുടെ കൂടെ ഈ നാട്ടുകാരും നമ്മൾക്കൊക്കെ പങ്കാളിയാവുന്നതിൽ ഇത്രയേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. കേബിൾ TV എംപ്ലോയീസ് അസോസിയേഷൻ അഷ്റഫിന്റെ ചികിത്സ ഏറ്റെടുത്തു. അഷ്റഫിന്റെ തെരഞ്ഞെടുത്ത കഥകൾ 3000 പുസ്തകങ്ങൾ വിറ്റഴിച്ചു. കോൺക്രീറ്റ് വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU ആണ് കോൺക്രീറ്റ് ഏറ്റെടുത്തത്. ആ കഥവീടിന് ഇന്ന് നിറം നൽകി തുടങ്ങിയിരിക്കുന്നു. CPIM നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ K ഗിരീഷാണ് അഷ്റഫ് അടൂരിന്റെ ചുവരുകൾക്ക് നിറം നൽകുന്നത്. ഇനിയുമുണ്ട് അവസാന മിനുക്കുപണികൾ. ഈ വീടിന് പെയിന്റിംഗ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സൗജന്യമായി തികച്ചും
ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു കൊടുക്കണം. എൻ്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അക്ഷരങ്ങളെയും അഷ്റഫിനെയും ഒരുപോലെ സ്നേഹിച്ച സൗഹൃദങ്ങൾ ഒരുക്കിയ കഥവീട് പൂർണ്ണമാവുകയാണ്. പൂർണ്ണ ആരോഗ്യവാനായി അഷ്റഫ് തിരിച്ചു വരുന്നതും കാത്ത് അഷ്റഫിന്റെ വീട്ടിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. എൻ്റെ കട പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെമ്പാടുമുള്ള കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും ചെറുകിട സംരംഭകരിൽ നിന്നും ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കളിൽ എത്തിക്കുകയാണ് എൻ്റെ കട ലക്ഷ്യം വെക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ സാബു കുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡിസംബർ 5 14 ജില്ലകളിലുമായി 98 കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ പഞ്ചായത്തിലും വിലക്കുറവിലും ഗുണമേന്മയിലും നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകുന്ന ഓരോ സൂപ്പർ മാർക്കറ്റുകൾ എന്നതാണ് എൻ്റെ കടയുടെ ലക്ഷ്യമെന്നും സാബു കുമാർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർമാരായ സഹർഷ്, അശോക് കുമാർ, മനോജ് കുമാർ, കിഷോർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അസഹിഷ്ണുതയെപ്പറ്റി പറഞ്ഞ ഓരോ വാക്കിലും ഉറച്ചു നിൽക്കുന്നുവെന്ന് നടൻ അമീർ ഖാൻ. താനോ ഭാര്യയോ ഇന്ത്യ വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അമീർ ഖാൻ പറഞ്ഞു. താൻ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാൻ ക്ഷമ കാട്ടാതെ വിമർശനവുമായി ചിലർ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. രാജ്യദ്രോഹി എന്ന് തന്നെ വിളിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇന്ത്യക്കാരൻ എന്നതിൽ താൻ അഭിമാനിക്കുന്നു. അതിന് ഒരാളുടെയും അംഗീകാരം തനിക്ക് വേണ്ടെന്നും അമീർ ഖാൻ അഭിപ്രായപ്പെട്ടു. ജമ്മു കാശ്മീരിൽ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാന്റെ മൃതദേഹം നാളെ രാവിലെ കോഴിക്കോട്ടെത്തിക്കും. നാളെ രാവിലെ 6:30 നെടുമ്പാശ്ശേരിയിലെത്തിക്കുന്ന മൃതദേഹം വിലാപയാത്രയായാണ് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോവുക. സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടത്തും. ഒരു ഗ്രാമം മുഴുവൻ മരണവാർത്ത അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ്. 3 മാസം മുമ്പാണ് സുബിനേഷ് അവസാനമായി നാട്ടിൽ എത്തുന്നത്. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന വിവാഹത്തിനായി നാട്ടിൽ എത്താനിരിക്കെയാണ് കശ്മീരിലെ രജൌരിയിൽ ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലിൽ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ സുബിനേഷ് കൊല്ലപ്പെടുന്നത്. അവിടെ 2.5 മാസമായിട്ടുള്ളൂ. ഡൽഹിയിലായിരുന്നു. അതിനുശേഷം 2.5 മാസം മുമ്പ് അങ്ങോട്ട് രാവിലെ ഇവിടെ എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കാലാവസ്ഥ എന്താ പ്രശ്നമുള്ളതുകൊണ്ട് ഫ്ലൈറ്റ് വരാൻ പറ്റില്ല. പിന്നെ റോഡ് മാർഗം ഡൽഹിയിലെത്തിയിട്ട് അവിടുന്ന് ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി ഇന്ന് രാത്രി. നാട്ടിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സജീവ സാന്നിധ്യമായിരുന്ന സുബിനേഷ് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു. വീട്ടിലെ ഏക ആൺതരി ആയതുകൊണ്ടുതന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾക്ക് നടുവിൽ നിന്നാണ് രാജ്യത്തെ സേവിക്കാനായി ഇയാൾ ഇറങ്ങിത്തിരിച്ചത്. നാളെ രാവിലെ 6:30 കോഴിക്കോട് എത്തിക്കുന്ന മൃതദേഹം വസ്തിയിൽ സൈനിക കേന്ദ്രത്തിൽ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കോരപ്പുഴ പാലം വഴി വിലാപയാത്രയായി കൊണ്ടുവരുന്ന മൃതദേഹം 7 മുതൽ 9 വരെ ജന്മനാട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ചേലിയ മുത്തുബസാറിലെ യുവതാര ക്ലബിന്റെ മുഖ്യ സംഘാടകൻ കൂടിയായ സുബിനേഷിന്റെ മരണവാർത്ത ആ നാടിന് ഇനിയും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയും ഒരു പെങ്ങളുമാണ് പണിതീരാത്ത സുബിനേഷിന്റെ വീട്ടിലുള്ളത്. ഉത്തരവാദിത്തങ്ങൾ ബാക്കിവെച്ച് തന്റെ ജീവൻ രാജ്യത്തിനായി സമർപ്പിച്ച് ആ ജവാൻ മടങ്ങുമ്പോൾ ശതകോടി ഇന്ത്യക്കാരുടെ മനസ്സിൽ നീ ജീവിക്കുമെന്ന മുദ്രാവാക്യമാണ് ഈ നാട്ടിൽ നിന്നും ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാനായകുളം സിമി ക്യാമ്പ് കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കൊച്ചി NIA കോടതി. കേസിൽ 11 പേരെ കോടതി വെറുതെ വിട്ടു. 1ഉം 3ഉം പ്രതികൾക്കെതിരെ UAPA ചുമത്തി. മറ്റു പ്രതികൾക്കുള്ള ശിക്ഷ കോടതി നാളെ വിധിക്കും. സർവകലാശാല പരീക്ഷകൾ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ സാങ്കേതിക സർവകലാശാലയുടെ തീരുമാനം. ചോദ്യപേപ്പർ തയ്യാറാക്കൽ മുതൽ പേപ്പർ വാലുവേഷൻ വരെയുള്ള മുഴുവൻ ജോലികളും ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിറ്റ് ട്രാക്ക് എന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി. ചോദ്യപേപ്പർ 1.5 മണിക്കൂർ മുൻപ് കോളേജ് അധികാരികൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പരീക്ഷ നടത്തിപ്പ് അട്ടിമറിക്കപ്പെടുമെന്ന് ആശങ്ക. പീപ്പിൾ വാർത്തയെ തുടർന്ന് ഗവർണർ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടി. സാങ്കേതിക സർവകലാശാലയുടെ കീഴിലെ 154 കോളേജുകളിലായി 40,000-ലേറെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇവരുടെ പരീക്ഷാ നടത്തിപ്പിന്റെ പൂർണ്ണ ചുമതലയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിറ്റ് ട്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചുകൊണ്ട് സർവകലാശാല പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ S. ഷിബു ഉത്തരവിറക്കിയത്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ ഉത്തരക്കടലാസിന്റെ മൂല്യനിർണ്ണയം വരെ നടത്തുക മെറിറ്റ് ട്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും. 9:30 ആരംഭിക്കുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ 8 മണിയോടെ കോളേജ് പ്രിൻസിപ്പാളിന് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനായി പ്രിൻസിപ്പാളിന് ഒരു രഹസ്യ കോഡ് നൽകും. പരീക്ഷയുടെ 1.5 മണിക്കൂർ മുമ്പ് സുതാര്യതയില്ലാത്ത ഈ സംവിധാനത്തിലൂടെ ചോദ്യപേപ്പർ കൈമാറുന്നത് പരീക്ഷാ നടത്തിപ്പിന്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്.